കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ്. നാലാഞ്ചിറയിലായിരുന്നു സംഭവമുണ്ടായത്. 19 വർഷം മുൻപ് വിവാഹിതരായ ഹസീനയ്ക്കും സുരേഷിനും 4 മക്കളാണുള്ളത്. വട്ടിയൂർക്കാവ് മേലത്തുമേലെ സ്വദേശിയായ സുരേഷും മണക്കാട് സ്വദേശിനിയായ ഹസീനയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇവർ മാസങ്ങൾക്ക് മുമ്പാണ് ഉദയന്നൂരിലെത്തിയത്. സുരേഷിന് ഇലക്ട്രിക്കൽ ജോലികളായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ സുരേഷ് മൂത്ത മകൾ അമൃതയെ ഫോണിൽ വിളിച്ച് താനിനി മടങ്ങി വരില്ലെന്നും ഇളയ കുട്ടികളെ നോക്കണമെന്നും പറഞ്ഞെന്ന് സമീപവാസികൾ പറഞ്ഞു. 2 ദിവസമായി കുട്ടികൾ സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് ഹസീനയെ അധ്യാപിക ബന്ധപ്പെട്ടിരുന്നു. പനിയാണെന്നും ഭേദമായതിനു ശേഷം വരുമെന്നും ഹസീന അധ്യാപികയ്ക്ക് ശബ്ദ സന്ദേശവും അയച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് അധ്യാപകർ പറയുന്നത്. ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു കുട്ടികളും. എന്തായാലും ബന്ധുക്കളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല എന്നൊരു കാരണം കൊണ്ട് ഒരു അടുത്ത ബന്ധുവാണ് സ്ഥലത്തെത്തി നടപടികൾക്ക് സഹായിച്ചത്. ഹസീനയുടെ സഹോദരൻ ഇടയ്ക്ക് വീട്ടിൽ വരുമെന്നല്ലാതെ മറ്റു വിവരങ്ങൾ അറിയില്ലെന്ന് നാട്ടുകാരും പറയുന്നു. ബഹളം കേട്ട് ഞെട്ടിയെഴുന്നേറ്റ മക്കൾ കണ്ടത് ചോരയിൽ പിടയുന്ന അമ്മയെയായിരുന്നു. നാലാഞ്ചിറയെ നടുക്കിയ കൊലപാതകത്തിന് ദൃക്സാക്ഷികളാകേണ്ടി വന്നതും ആ 4 കുട്ടികളായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ സുരേഷിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനൊപ്പം ചില ആവശ്യങ്ങൾക്കായി ഹസീന ബീവി പുറത്തു പോയിരുന്നു. ദമ്പതികൾ തമ്മിലുള്ള പുതിയ തർക്കത്തിന് കാരണമായി ഇത് മാറി. ഹസീന ബീവി പുറത്തു പോയി വന്നതു മുതൽ ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം മണ്ണന്തല പോലീസ് ഇരുവരെയും വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വിട്ടതാണ്. തുടർന്ന് രാവിലെയാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. കുടുംബകലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭർത്താവ് ഒളിവിൽ തന്നെയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇരുവരും തമ്മിലുള്ള വഴക്ക് പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നു. ഇതോടെ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി. ചൊവ്വാഴ്ച ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിഷയം പരിഹരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടിലേക്കെത്തി 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പാണ് ഈ കൊലപാതകം നടത്തിയത്. പിതാവുമായി പിണങ്ങി വീട് വിട്ടുപോയ അമ്മ ഇന്നലെ തിരിച്ചെത്തിയതിനെ തുടർന്ന് ഇന്നു മുതൽ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആ 4 കുട്ടികളും. എന്നാൽ അവർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയായിരുന്നു. അമ്മ വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ സ്കൂൾ തുറന്നിട്ട് ഇതുവരെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ല. ഇന്നു മുതൽ ഇവർ സ്കൂളിൽ പോകാനിരിക്കുകയായിരുന്നു. പുലർച്ചെ അവരുണർന്നത് വലിയ ബഹളം കേട്ടായിരുന്നു. മുകൾ നിലയിലെ മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ച് അമ്മ കിടക്കുന്നത് കണ്ട് കുട്ടികൾ ഞെട്ടിവിറച്ചുപോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അമ്മയെ അച്ഛൻ കൊന്ന വിവരം പോലീസിൽ വിളിച്ചറിയിച്ചത്. നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കൊലപാതകം നടന്നത്. ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ എത്തിയതെന്ന് പോലീസും പറയുന്നുണ്ട്. സുരേഷും ഹസീനയും 4 മക്കളും 4 മാസം മുമ്പാണ് നാലാഞ്ചിറയിലെ ഈ വാടക വീട്ടിൽ താമസത്തിനെത്തിയത്.